ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം 6-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം 6-ാമത്തെ വാക്യം. താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. അനുഗ്രഹിക്കപ്പെട്ട നല്ല വാക്യത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുക. 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് അവൻ ഉയർത്തുവാൻ നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. അനുഗ്രഹിക്കപ്പെട്ട നല്ല വാക്യത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. തക്ക സമയത്ത് ഉയർത്തുന്ന ഒരു ദൈവം. ഇന്ന് രാവിലെ ഞാൻ ദൈവസന്നിധിയിൽ വേദപുസ്തക ധ്യാനം നടത്തുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ ഈ വാക്യം പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ ദൈവം എനിക്ക് അവസരം നൽകി. അതിൽ കൂടെ ഒരു ദൈവിക ദൂത് പ്രകാശിപ്പിച്ച് കർത്താവ് എനിക്ക് നൽകി. അത് ഞാൻ നിങ്ങളുമായി ചുരുങ്ങിയ ചില സമയങ്ങൾ ഷെയർ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന പത്രോസ് എഴുതിയ 1-2 ലേഖനങ്ങൾ. 1-ാം ലേഖനത്തിൻ്റെ അവസാന പുസ്തകം അധ്യായമായ 5-ാം അധ്യായം ഏതാണ്ട് 14 വാക്യങ്ങൾ കൊണ്ട് ക്രോഡീകരിക്കപ്പെട്ട അധ്യായം. അതിൻ്റെ 6-ാമത്തെ വാക്യമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നൽകിയത്. ആ വാക്യത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു പദമുണ്ട്: അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുക. താണിരിക്കുക, ഉയർത്തുവാൻ ദൈവമുണ്ട്. ഒരാമേൻ പറഞ്ഞേ. തക്ക സമയത്ത്. എപ്പോഴാണ് നമ്മളെ ഉയർത്തുന്നത്? എപ്പോഴാണ് നമ്മളെ കൈക്ക് പിടിക്കുന്നത്? തക്ക സമയം. ആ സമയം നമ്മുടെ സമയമല്ല, നമ്മുടെ ദൈവത്തിൻ്റെ സമയം. ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഇവിടെ ലീഡ് ചെയ്ത് ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞൊരു പദവും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ചില കാര്യങ്ങൾ നാം ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിക്കും, ചില കാര്യങ്ങൾ നാം ദൈവത്തോട് ചോദിക്കും, പക്ഷെ ദൈവം മൈൻഡ് പോലും ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ? ദൈവം നമ്മോട് മനസ്സലിയുന്നില്ലേ? ദൈവം എന്താ എൻ്റെ കാര്യത്തിന് മറുപടി തരാത്തെ? എൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്താ ദൈവം പ്രതികരിക്കാത്തെ എന്ന് നമ്മൾ ദൈവത്തോട് ചോദിക്കും. വേണമെങ്കിൽ വീട്ടിലുള്ളവരോടും നമ്മൾ പുറകുറുക്കും, ഭാര്യയോടും പറയും, ഭർത്താവിനോടും പറയും, മക്കളോടും പറയും. എന്തൊരു ജീവിതമാണ് നമ്മൾ പലപ്പോഴും നമ്മോട് തന്നെ ചോദിച്ചേക്കാം. പക്ഷെ ഇവിടെ വേദപുസ്തകത്തിൽ വായിക്കുകയാണ്, ദൈവം ചില കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. ആമേൻ. ദൈവം ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കും. നമ്മുടെ ദൈവം മാറ്റി പറയുന്നവനല്ല. ഒരു ശക്തമായൊരു ദൂത് ഞാൻ പറയാൻ പോവാ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ദൈവം മാറ്റി പറയുന്ന ദൈവമല്ല. സാഹചര്യങ്ങൾക്ക് ഒത്തവണ്ണം വഴിമാറിപ്പോകുന്നവനല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം മൗനമായിരിക്കുന്ന ദൈവമല്ല. വേദപുസ്തകം പറയുന്നു, അവന് ഊവ് എന്ന് പറഞ്ഞാൽ ഊവ് എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ്. 2 ആൻസർ അവൻ്റെ പക്കൽ ഇല്ല. ഊവെന്ന് തമ്പുരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഊവ. അതിനെ തടയാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല. ദൈവം അത് ദീർഘമായാലും സമയം ദീർഘമായി പോയാലും, അബ്രഹാമിനോട് ദൈവം പറഞ്ഞില്ലേ, അടുത്ത വർഷമെന്നാ പറഞ്ഞല്ലേ? അടുത്ത വർഷം ഡേറ്റ് ഇട്ട് പറഞ്ഞു, അല്ലെങ്കിൽ വർഷം പറഞ്ഞു, പീരീഡ് കാലാവധി പറഞ്ഞു, അടുത്ത വർഷമെന്നാ പറഞ്ഞ്. ആരാ പറഞ്ഞ്? അബ്രഹാമിൻ്റെ കുടിലിനകത്ത് താമസിക്കുന്ന ആരുമല്ല, തൊഴുത്തിൽ ജോലി ചെയ്യുന്ന ദാസിദാസന്മാരല്ല. അബ്രഹാമിൻ്റെ കൂടാരത്തിൻ്റെ ചുറ്റുമുള്ള ചുറ്റുവളപ്പിൽ താമസിക്കുന്ന 350-ലധികം അഭ്യാസികളല്ല ആ വാക്ക് പറഞ്ഞത്. അബ്രഹാമിൻ്റെ വീട്ടിൽ ഇറങ്ങി വന്ന ദൈവമാണ് പറഞ്ഞത്, അടുത്ത വർഷം നിനക്കൊരു കുഞ്ഞുണ്ടാകുമെന്ന്. പക്ഷെ ആ വർഷം കാത്തിരുന്നു, പക്ഷെ എന്ത് ചെയ്തില്ല? കിട്ടിയില്ല. ഇന്ന് പകൽ ആരെയോ ദൈവാത്മാവ് ഉറപ്പിക്കുകയാണ്. ആ വർഷം കാത്തിരുന്നു, കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ നടന്നില്ല.
വേദപുസ്തകം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, ചരിത്രം പറയുന്നു, 25 വർഷം അബ്രഹാം കാത്തിരുന്നു. പക്ഷെ 25-ാം വർഷത്തിൻ്റെ സമയമായപ്പോൾ അബ്രഹാമിൻ്റെ അടുക്കൽ അതേ ദൈവം വന്ന് പറയുകയാണ്, ദൂതൻ ഇറങ്ങി പറയുകയാണ്, ഞാൻ സർവശക്തിയുള്ള ദൈവമാ. എൻ്റെ കൂടെ വരണം. ഞാൻ ആരാ? ഞാൻ സർവശക്തിയുള്ള ദൈവമാ. അബ്രഹാമേ, ഞാൻ സർവശക്തിയുള്ള ദൈവമാ. ഞാൻ എന്ന് പറഞ്ഞാൽ ഊവ്, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം ദൈവത്തോട് പറഞ്ഞൊരു ചിന്തയുണ്ട്. ഞാൻ ഇന്ന് രാവിലെ ഭാഗം വായിച്ചു. അബ്രഹാം ദൈവത്തോട് പറഞ്ഞത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ആമേൻ. ഞാനാണ് ഇത് പറയത്തില്ല, എനിക്ക് പേടിയാ. പക്ഷെ അബ്രഹാം ദൈവത്തോട് പറയാൻ കാര്യം, അബ്രഹാമും ദൈവം അങ്ങനെ ഇരുന്നത് കൊണ്ടാ, ആ ബന്ധത്തിൽ പറഞ്ഞതാ. നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. അബ്രഹാം ബന്ധത്തിൽ പറയുക. അബ്രഹാം എന്താ പറഞ്ഞറിയാച്ച, ഇസ്മായേൽ അങ്ങ് ജീവിച്ചിരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ, ദാസിയിൽ ഒരു കുഞ്ഞ് ജനിച്ചല്ലോ, ആഗറിൽ ഒരു കുഞ്ഞ് ജനിച്ചല്ലോ, ആ കുഞ്ഞങ്ങ് ജീവിച്ചിരുന്നാൽ മതി. എപ്പോഴാ പറയുന്ന അബ്രഹാം? 25 വർഷം ഇന്നല്ലേ നാളെ, ഇന്നല്ലേ നാളെ, ഇന്നല്ലേ നാളെ എന്നും പറഞ്ഞ് കാത്തിരുന്ന അബ്രഹാം. അബ്രഹാമിനെ പറ്റി ആശയ്ക്ക് വിപരീതമായി ആശയോടെ വിശ്വസിച്ചവൻ. ഒന്ന് സ്വത്രം പറഞ്ഞേ. പ്രതീക്ഷയ്ക്ക് ഒട്ടും ഭംഗം വരുത്താത്ത അബ്രഹാം. നമ്മളാണെങ്കിൽ മുഷിയത്തില്ലേ? നമ്മളാണെങ്കിൽ പിന്നെ ദൈവസ്ഥലത്ത് ഇരിക്കത്തില്ലല്ലോ. നമ്മളാണെങ്കിൽ പിറുപിറുത്തെഴുന്നേറ്റ് പോകത്തില്ലേ? ദൈവം ചുമ്മാ പറഞ്ഞെന്ന് പറയത്തില്ലേ? കള്ളമാണ് പറഞ്ഞെന്ന് നമ്മൾ പറയത്തില്ലേ? എന്നാൽ അബ്രഹാം അങ്ങനൊരു വാക്ക് തൻ്റെ ആദരത്തിൽ നിന്ന് പുറപ്പെടുവിക്കാതെ 25 വർഷം അബ്രഹാം കാത്തിരുന്നിട്ട് അവസാനം ദൈവത്തോട് പറഞ്ഞത് ഇങ്ങനെയാ. ഞാനത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇങ്ങനെ, എൻ്റെ പൊന്നച്ച, ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതി. നമ്മുടെ പഴഞ്ചൊല്ലുണ്ടല്ലോ, ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ദൈവത്തിനും പ്രശ്നമാകരുത്, എനിക്കും പ്രശ്നമാകരുത് എന്ന നിലയിൽ അബ്രഹാം ദൈവത്തോട് പറയുകയാ, നീ സർവശക്തിയുള്ള ദൈവമൊക്കെ അക്കാര്യം ശരിയാ, ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ അത് വിശ്വസിക്കുന്നു. പക്ഷേ എനിക്ക് നിന്നോടൊരു കാര്യം ബോധിപ്പിക്കാനുണ്ട്. ആ ഇസ്മായേൽ ജീവിച്ചിരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ, ദൈവം എനിക്കൊരു ദാസിയിൽ ഒരു കുഞ്ഞിനെ തന്നിട്ടുണ്ടല്ലോ, അവന് രോഗമൊന്നും വരാതെ, പ്രയാസമൊന്നും വരാതെ, നഷ്ടമൊന്നും വരാതെ, അവനെങ്കിലും എനിക്ക് ആമേൻ ഒന്ന് കാണാനും ഒന്ന് താലോലിക്കാനും തന്നാൽ മതി എന്ന് പറഞ്ഞ് അബ്രഹാം പറഞ്ഞതിനർത്ഥം, ഇനി ഈ വാർദ്ധക്യത്തിൽ എങ്ങനെ കുഞ്ഞ്, അതുകൊണ്ട് ഉള്ളതൊക്കെ മതി ദൈവമേ. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഉള്ളതൊക്കെ മതി, കിട്ടിയതൊക്കെ മതി എന്ന് പറഞ്ഞ് അബ്രഹാം ദൈവസന്നിധി സറണ്ടർ ചെയ്യുമ്പോൾ അബ്രഹാമിൻ്റെ സ്ഥിതിക്ക് ദൈവം വ്യത്യാസം വരുത്തുകയാണ്. ഇന്ന് പകൽ ആത്മാവിൽ പറയാം, ആമേൻ. ദൈവം അവിടെ പറയുന്നൊരു പദം ഞാൻ എൻ്റെ ഭാവനയിൽ ദൂത് പറയാം. അല്ല അബ്രഹാമേ, അങ്ങനെ ബൈബിളിൽ എഴുതിയിട്ടില്ല കേട്ടോ. എൻ്റെ ഭാവനയിൽ ഒരു ദൂത് ഞാൻ അതുമായി ബന്ധപ്പെട്ട് എൻ്റെ ചിന്തയിൽ ഞാൻ നിങ്ങൾക്ക് കൈമാറാം. അബ്രഹാം ദൈവത്തോട് പറയുന്നു, ഇസ്മായിൽ ജീവിച്ചിരുന്നാൽ മതി, ഇനിയൊരു കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, പ്രായം ഇത്രയുമായി, സമയം ഇത്രയായി, 25 വർഷം തെല്ലും പിറുപിറുപ്പില്ലാതെ ഞാൻ കാത്തിരുന്നു. പക്ഷെ അബ്രഹാമിനോട് ദൈവത്തിന് പറയാനുള്ള ദൂത് ഞാൻ പറയാം. ആ ദൂത് ഇങ്ങനെയാ, ഇല്ല, ഒരു ഇസഹാക്ക് വരുന്നുണ്ട്. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ഇന്ന് പകൽ ഉള്ളത് മതിയെന്ന് അവസാനം പറഞ്ഞിരിക്കുന്ന ചിലതിനകത്തുണ്ട്. ഒത്തിരി കാത്തിരുന്നു, ഒത്തിരി ഉപവസിച്ചു, ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി ദൈവാലോചന കേട്ടു, പ്രവചനം കേട്ടു, കുത്തിയിരുന്നു, നിലവിളിച്ചു, എന്നിട്ടും കാര്യം നടക്കാതെ വർഷങ്ങൾ മുമ്പോട്ട് പോയിട്ട് 2023 അവസാന സമയമെങ്കിലും വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച സ്ഥാനത്ത് പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങൾ കിടക്കുമ്പോൾ അവസാനം ഇന്ന് പകൽ നീ പറയുന്നുണ്ടാകാം, ഉള്ളത്
ഉള്ളതൊക്കെ മതി ദൈവമേ എന്ന് പറഞ്ഞിരിക്കുന്നെങ്കിൽ ദൈവാത്മ പറയുന്നില്ല, ഇത് ഞാൻ പറഞ്ഞ വാഗ്ദത്തമാണ്, ഞാൻ ചെയ്ത പ്രോമിസാണ്. ഉള്ളത് കൊണ്ടിരിക്കാനല്ല ഞാൻ നിന്നെ വിളിച്ചു വേർതിരിച്ചത്. ആമേൻ. ഒരു ഇസഹാക്ക് വരുന്നുണ്ട്, ഒരു ഇസഹാക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി വരുന്നുണ്ട്. ഒരു നിലവിളി മാറുന്ന ദിവസമുണ്ട്. നിന്റെ കഷ്ടതയ്ക്ക് മറുപടി കിട്ടുന്ന ദിവസമുണ്ട്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആത്മാവി പ്രാർത്ഥിച്ചു തുടങ്ങ്. ചിലത് വരുന്നുണ്ട് പ്രിയരെ, ഈ വർഷം ചിലത് വരുന്നുണ്ട്. നിന്റെ തലമുറയ്ക്കായി, നിന്റെ കുടുംബത്തിനായി, നിന്റെ ജോലിക്കായി, നിന്റെ ജീവിതത്തില്, നിന്റെ ശുശ്രൂഷയില്, ഈ ദൈവസഭയില് ചിലത് വരുന്നുണ്ട്. വിശ്വാസത്തോടെ സ്റ്റെപ്പ് വയ്ക്ക്. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. ഒരു ഇസഹാക്ക് വരുന്നുണ്ട്. പറ്റുമെങ്കിൽ അടുത്തേക്ക് കരം കൊടുത്ത് പറ, ഒരു ഇസഹാക്ക് വരുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു ഇസഹാക്ക് വരുന്നുണ്ട്. ആമേൻ. ഒരു അത്ഭുതം വരുന്നുണ്ട്. ഇസഹാക്കിനെ ദൈവം കണ്ടിട്ടില്ല, അബ്രഹാം കണ്ടിട്ടില്ല. പക്ഷെ അബ്രഹാം പറയുന്നു, ഉള്ളതൊക്കെ മതി. ഇന്ന് രാവിലെ ആരെങ്കിലും ഈ ആലയത്തിലോ സൂമിലോ യൂട്യൂബിലോ രാജ്യത്തിൻ്റെയോ ദേശത്തിൻ്റെയോ എവിടെയെങ്കിലും ഇരുന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരിക്കുക, ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി ഉപവസിച്ചു, പക്ഷെ കാര്യങ്ങളൊന്നും ക്രമീകരിക്കപ്പെട്ടിട്ടില്ല. ഈ ഉള്ളതൊക്കെ ഉള്ള ജീവിതം, ഉള്ള തലമുറ, ഉള്ള ആരോഗ്യം മതി എന്ന് പറഞ്ഞ് സറണ്ടർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മ പറയുന്നു, ഈ വർഷം അതിനകത്തുനിന്നൊരു കുതിപ്പ് ദൈവം നിനക്ക് തരാൻ പോകുകയാ. ഉള്ളത് കൊണ്ട് പരാപരം ജീവിക്കാനല്ല, തുല്യമായി ജീവിക്കാനല്ല ദൈവം നിന്നെ കണ്ടിരിക്കുന്നത്. ഇന്ന് പകൽ നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എൻ്റെ ദൈവം നിനക്ക് തരാമെന്ന് പറഞ്ഞെങ്കിൽ അത് കാലം കഴിഞ്ഞാലും 25 കഴിഞ്ഞാലും വാർദ്ധക്യത്തിൽ ചെന്നാലും രക്തയോട്ടം നിന്നാലും പുത്രോത്പാദന ശേഷി നഷ്ടപ്പെട്ടാലും ഗർഭപാത്രം ചുളുങ്ങിയാലും ദൈവം തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ജീവിതത്തിൽ തന്നിരിക്കും. ഹല്ലേലൂയ. ഞാൻ അതിനെ കടന്നു വിശ്വസിക്കുന്നു. 2024 ചിലത് നിനക്ക് ദൈവം തരാൻ പോകുകയാ. നല്ല ജോലി തരാൻ പോകുകയാ, നല്ല ആരോഗ്യം തരാൻ പോകുകയാ, നിന്റെ ബിസിനസ് വർദ്ധിക്കാൻ പോകുകയാ, നിന്റെ കൊച്ചിന്റെ വിവാഹം നടക്കാൻ. ആമേൻ പറ. നിന്റെ ഞെരുക്കം ദൈവം മാറ്റാൻ പോകുകയാ. ഉള്ളത് കൊണ്ട് പൊക്കോളാമെന്ന് പറയാനല്ല, ഇതിനകത്തു നിന്ന് ഒരു ഉയർച്ച നിന്നോട് ദൈവം പറഞ്ഞ പ്രോമിസ് അത് വെളിപ്പെടുത്താൻ പോകുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഉള്ളത് മതി ദൈവമേ എന്ന് പറഞ്ഞ് ആരെങ്കിലും ഈ മീറ്റിങ്ങിൽ എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങളോട് ദൈവം പറയുക, നിങ്ങളുടെ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ പറഞ്ഞതാ ഉള്ളതൊക്കെ മതിയെന്ന്. പക്ഷെ സാഹചര്യങ്ങളെ പൊളിക്കാൻ കർത്താവിന് പറ്റും. ആമേ. സാഹചര്യങ്ങൾ കൊണ്ട് നീ പറഞ്ഞു ഉള്ളത് മതി, ഉള്ള ജോലി മതി, ഉള്ള സാലറി മതി, ഉള്ളതുപോലൊക്കെ ജീവിച്ചാൽ മതി. പക്ഷെ നീ ഇതിനല്ലല്ലോ കഴിഞ്ഞ നാളിൽ കരഞ്ഞത്, കഴിഞ്ഞ നാളിൽ ഉപവസിച്ചത്. ദൈവം നിന്നോട് പറഞ്ഞില്ലേ പ്രവാചകന്മാർ മുഖാന്തരം? നീ വേദപുസ്തകം വായിച്ചപ്പോൾ, ചർച്ചിൽ പ്രാർത്ഥനയ്ക്ക് ചെന്നപ്പോൾ ദൈവദാസനെ കൂടെ ദൈവം നിന്റെ പ്രാർത്ഥന മുറി നേരിട്ടിറങ്ങി നിന്നോട് പറഞ്ഞില്ലേ, നിന്നെ വർദ്ധിപ്പിക്കാം, നിന്റെ പേര് വലുതാക്കാം, നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്താം, നിന്റെ ജോലിയിൽ ഉയർച്ച തരാം, നിന്റെ കണ്ണുനീരിന് മാറ്റം തരാം എന്ന് ദൈവം പറഞ്ഞില്ലേ? പക്ഷെ ഇന്ന് പകൽ ആത്മാവി പറയാ, ഇന്ന് പകൽ അതൊക്കെ കിട്ടിയിട്ട് ആ വാക്തത്വമൊക്കെ നീ പൊതിഞ്ഞു വെച്ചിട്ട് ഉള്ളത് മതി എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകരുത്. ഇന്ന് പകൽ അതിനെ പൊട്ടിച്ച് അതിനകത്തു നിന്നൊരു ദൈവിക പദ്ധതി വെളിപ്പെട്ട് ഒരു ഇസഹാക്കിനെ പുറത്തു വരുത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ആത്മാവിന്റെ ദൂത് കൈമാറുകയാ. ആ കെട്ടു പൊട്ടട്ടെ. നിന്റെ നന്മയെ വരിഞ്ഞു മുറുക്കിയ, നിന്റെ സ്വസ്ഥതയെ വരിഞ്ഞു മുറുക്കിയ, നിന്റെ ആരോഗ്യത്തെ വരിഞ്ഞു മുറുക്കിയ ആ ദുഷ്ട പിശാചിന്റെ കെട്ട് ഇന്ന് പകൽ അഴിയട്ടെ, 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 അഴിയട്ടെ. കരമടിച്ച് അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഉള്ളത് മതി എന്ന് പറഞ്ഞിരിക്കുന്ന ചിലതിന്റെ മേൽ ദൈവാത്മാവ് അടുത്ത തലത്തിലേക്ക് പ്രവചനത്തിന്റെ നിവർത്തി
bara harthuri bara hathuri dara jana hamdara dagara regana ഊടവൻ അർത്ഥന റീഗർ കരമടിച്ച് ഇന്ന് കെട്ടുപൊട്ടുകയാ. ഇന്ന് പകലെ കെട്ടുപൊട്ടുകയാ. ഒരു ഡെലിവറൻസ് സംഭവിക്കുകയാ. ഉള്ളത് മതി എന്ന് പറഞ്ഞിരിക്കുന്ന പരാജയപ്പെട്ട ചിലതിനെ നോക്കി, ആമേ, നഷ്ടങ്ങൾ അനുഭവിക്കുന്ന ചിലതിനെ നോക്കി ആത്മാവിനെ പ്രവചിക്കുകയാ. ഒരു ഇസഹാക്ക് വരുന്നുണ്ട്. ഒരു ഇസഹാക്ക് വരുന്നുണ്ട്. ഈ വെള്ളിയാഴ്ച പകൽ ഉപവാസ പ്രാർത്ഥനയുടെ ആരംഭ സെഷനിൽ ദൈവാത്മാവ് ചിലതിനെ നോക്കി ദൂത് പറയുന്നു. ഒരു ഇസഹാക്ക് വരുന്നുണ്ട്. ആമേൻ. എത്ര വിശ്വസിക്കുന്നു? ദൈവം എനിക്കൊരു ഇസഹാക്കിനെ തരുമെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി ആമേൻ പറഞ്ഞാട്ടെ. ഈ പ്രാർത്ഥനയിൽ കെട്ടുപൊട്ടുകയാ. നിന്റെ വീടിനകത്ത് വെളിപ്പെടേണ്ടതിനെ വെളിപ്പെടുത്താതെ, നിന്റെ ജോലിയിൽ വെളിപ്പെടേണ്ടതിനെ, നിന്റെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിനെ വെളിപ്പെടുത്താതെ, നിന്റെ കുടുംബത്തിൽ വെളിപ്പെടേണ്ടതിനെ വെളിപ്പെടുത്താതെ, നീ അനുഭവിക്കേണ്ടതിനെ, നീ താലോലിക്കേണ്ടതിനെ, നീ കയ്യിൽ കൊണ്ടടക്കേണ്ടതിനെ കയ്യിൽ തരാതെ ബന്ധിച്ചു വെച്ച കെട്ട് ഇന്ന് പകൽ അഴുകിയ. അതുകൊണ്ട് കർത്താവ്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. പ്രശ്നങ്ങൾ വരുമ്പോഴല്ല ദൈവസന്നിധി മുട്ടുകുത്തേണ്ടേ. ഇന്ന് പകൽ എല്ലാ അവസരങ്ങളിലും ആത്മാവിൽ ആരാധിക്കുന്ന ജനത്തിന്റെ മേൽ ദൈവാത്മാവ് ദൂത് പറയുകയാണ്. ഇന്ന് പകൽ ചില കെട്ടുകൾ പൊട്ടാൻ പോകുകയാ, ചില ബന്ധനങ്ങൾ അഴിയാൻ പോകുകയാ. ഹല്ലേലൂയ. കർത്താവ് പരിധി പൊട്ടിക്കുക. ഈ ഉപവാസ പ്രാർത്ഥന ആരംഭത്തിൽ ദൈവാത്മാവ് എന്നോട് പറഞ്ഞ ദൂത്, ഞാൻ ഇന്ന് രാവിലെ ദൈവസന്നിധി കുറേ നേരം ഇരുന്ന് വായിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവ് എന്നോട് പറഞ്ഞ ദൂത, ഇതിനകത്ത് ഞാൻ ചിലതിനെ കൊണ്ടുവരും. ഞാൻ അവരുടെ പരിധികളെ പൊട്ടിക്കും. ഇന്നത്തെ ദൂതത പരിധി കർത്താവ് പൊട്ടിക്കുക. പരിധി പൊട്ടിച്ചിട്ട് ഒരു തക്ക സമയം വെളിപ്പെടാൻ പോവാ. പരിധി ഇട്ടിരിക്കുക. ജീസസ്. വെള്ളം ഒഴുകുന്നുണ്ട്. ആമേൻ. മട കെട്ടിവെച്ചിരിക്കുക. മട കെട്ടിവെച്ചിട്ട് പറയുന്നു, ഇവിടെ വരെ ഒഴുകിയാൽ മതി, ഇതിനപ്പുറത്തോട്ട് വെള്ളം എന്ത് ചെയ്യരുത്, പോകരുത്. ജീസസ്. നമ്മൾ കണ്ടിട്ടില്ലേ കണ്ടത്തിലൊക്കെ ആമലിയ വരമ്പ് ഉണ്ടാക്കുന്നത്, വെള്ളത്തെ വരമ്പ് കെട്ടി വേറെ വഴിയെ തിരിച്ചു വിടുന്നത്. എന്നാൽ ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞു, എൻ്റെ ജനത്തെ ഞാൻ എൻ്റെ ചർച്ചിനകത്ത് അയക്കും. നിന്റെ ശുശ്രൂഷയിൽ ചില വരമ്പുകൾ കർത്താവ് പൊട്ടിക്കും. പിടിച്ചു നിർത്താൻ പറ്റാത്ത ചില ഉറവകൾ വെളിപ്പെടും. നാളുകൾ കൊണ്ട്, വർഷങ്ങൾ കൊണ്ട് നീ അനുഭവിക്കേണ്ട ഒരു വീട് പണിയാൻ കഴിയാതെ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ കഴിയാതെ, കല്യാണം കഴിപ്പിച്ച് വിടാൻ കഴിയാതെ, ജോലിയിൽ ഉയർച്ച ഉണ്ടാകാൻ കഴിയാതെ, നിനക്കെതിരെ വരമ്പ് കെട്ടിയോ, നിനക്കെതിരെ മട കെട്ടിയോ, ആ വരമ്പിനെ കർത്താവ് പൊട്ടുകയ. സംഭവിക്കട്ടെ. നീ വന്നതല്ല, ദൈവം നിന്നെ കൊണ്ടുവന്നതാ. നിന്റെ കെട്ടഴിയാൻ പോകുകയാ. നിന്റെ നഷ്ടബോധം മാറാൻ പോകുകയാ. ഒരു ഇസഹാക്ക് വെളിപ്പെടാൻ പോകുകയാ. ഇന്ന് വരെ സ്വർഗസ്ഥനായ ദൈവം തക്ക സമയം വെളിപ്പെടുത്താൻ പോകുകയാ. പ്രാപിച്ചോ. ആ സൂമിരിക്കുന്നത് പ്രാപിച്ചോ. വരമ്പ് പൊട്ടാൻ പോകുകയാ. പിശാചിട്ട മടയെന്ന് വക പൊട്ടാൻ പോകുകയാ. നിനക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു പാച്ചിൽ ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. സഹോദരിമാരുടെ ഭാഗത്ത് ചില വ്യക്തികളുടെ മേൽ നാളുകൾ കൊണ്ട് പിശാചിട്ട വരമ്പ്, ഇവിടെ വരെ മതി എന്ന് പറഞ്ഞത് നീ അനുഭവിക്കേണ്ടതിന് നിന്നിലേക്ക് കടത്തിവിടാതെ റൂട്ട് മാറ്റി വിടുന്ന ചില വരമ്പുകൾ ഇന്ന് വരെ കർത്താവ് അത് പൊട്ടിക്കുകയാ. ജീസസ്.
ജീസസ്. പോട്ടട്ടെ, പോട്ടട്ടെ. നിന്റെ കുഞ്ഞുങ്ങളുടെ മേലിട്ട വരമ്പ്, നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസത്തെ, ശുശ്രൂഷയെ, ആരോഗ്യത്തെ ഇട്ട വരമ്പ് ഇന്ന് വരെ പൊട്ടുകയാ. സൂമിലൂടെ ആരാധിക്കുന്ന, യൂട്യൂബിലൂടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന, ആരാധിക്കുന്ന ചിലര്, വീടിനകത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ചിലര്, ഇന്ന് വരെ നിന്നോട് ഞാൻ പ്രവചിക്കുകയാ, പിശാച് വർഷങ്ങളായിട്ട് വരമ്പ് പൊട്ടുകയാ. ജീസസ്, ജീസസ്. നിന്റെ വാഗ്ദത്തത്തെ തടയുന്ന ജീസസ്, നിന്റെ നന്മയെ തടയുന്ന, നിന്റെ സ്വസ്ഥതയെ തടയുന്ന വരമ്പ് കെട്ടി വെച്ചിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എന്താ സംഭവിക്കുക? തോട്ടിൽ വെള്ളമുണ്ട്, കുത്തൊഴുക്കോട് കൂടെയാ ഒഴുകുന്നത്. പക്ഷെ കൃഷിസ്ഥലത്ത് വെള്ളം വരുന്നില്ല. കാരണം മട പൊക്കി വെച്ചിരിക്കുക. പക്ഷെ ആ മടയൊന്ന് പൊട്ടിയാ ഉണ്ടല്ലോ, ഒരു കർഷകനും പിടിച്ച് കൈകൊണ്ട് തടയാൻ പറ്റാത്ത നിലയിൽ വെള്ളം പാഞ്ഞു വരുന്ന പോലെ ഈ വെള്ളിയാഴ്ച ജനുവരി മാസം 19-ാം തീയതി 2024 നിനക്ക് തടയാൻ പറ്റാത്ത, നിന്റെ വീട്ടുകാർക്ക് തടയാൻ പറ്റാത്ത, ഒരു മന്ത്രവാദിക്കും തടയാൻ പറ്റാത്ത, ഒരു പൈശാചിക മണ്ഡലത്തിനും തടയാൻ പറ്റാത്ത, ആർക്കും തടയാൻ പറ്റാത്ത ഒരു അനുഗ്രഹം, ഒരു ഈസഹാക്ക് വരുന്നു. പിടിച്ചോ യേശുവിന്റെ നാമത്തിൽ. ആരാധിക്കുന്ന ജനത്തിന്റെ മേൽ ആ പ്രവചനം വീഴുകയാ. ആത്മാവ് നിന്റെ മേൽ വീഴുകയാ. Right now, ഇപ്പോ അത് സംഭവിക്കുകയാ. പ്രവചിച്ചോ. ശേഖരാധന ശീഖരാധന അർഥുനി മനാദകടക യുഡരാവരാവ ശാന്തകടക. വർഷങ്ങൾ കൊണ്ട് നീ അനുഭവിക്കേണ്ട നന്മയാ ഒഴുകുന്നേ. പക്ഷെ നിന്നിലേക്ക് അത് എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. അതിനെ തടഞ്ഞു വെച്ചിരിക്കുക. പ്രവചനമാ, പ്രവചനമാ. എന്നാ ഒരു തക്ക സമയം ഇന്ന് പകൽ വെളിപ്പെടാൻ പോകുക. മടുത്ത വിഷയത്തെ, മടുത്ത ചില കേസുകളെ കർത്താവ് എടുക്കാൻ പോവുകയാണ്. നിങ്ങൾ മടുത്ത ചില കേസുകളെ കർത്താവ് ഇന്ന് പകൽ എടുക്കാൻ പോവുകയാണ്. ഞാൻ ആത്മാവി പ്രവചിക്കാം, ഈ ഉപവാസ പ്രാർത്ഥന ഇന്നും നാളെയും കഴിയുമ്പോൾ ഒരു വിടുതൽ ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടാൻ പോകുകയാണ്. ഇതിനകത്ത് ആത്മാക്കളെ വരാതെ, ഇതിനകത്ത് ജീവിതങ്ങൾ കയറി വരാതെ, ദൈവസഭയുടെ വളർച്ചയ്ക്കെതിരെ കെട്ടിപ്പൊക്കിയോ ചില മടകൾ പൊട്ടാൻ പോകുകയോ. ദേശത്തിലെ ശക്തികൾ അഴിയാൻ പോകുകയോ, ബന്ധനങ്ങൾ അഴിയാൻ പോകുകയോ. 2024 ഒരു കൊയ്ത്തിന്റെ വർഷം, ആത്മാവിന്റെ വിടുതലിന്റെ വർഷം സംഭവിക്കട്ടെ, 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 സംഭവിക്കട്ടെ. നിനക്ക് തടുക്കാൻ കഴിയാത്ത, നിനക്ക് പിടിച്ചു വെക്കാൻ കഴിയാത്ത നിലയിൽ ഒരു വലിയ ഒഴുക്ക് ഇന്ന് പകൽ ഇതിനകത്ത് ദൈവാത്മാവ് പുറപ്പെടുവിക്കുക. ഒരു ഡെലിവറൻസ് സംഭവിക്കുകയാ. ജീസസ്. ഓ റാബാരാബാരാ ഹതുനി ഗഗഡഗ. ഹല്ലേലൂയ. ആമേൻ. യൂട്യൂബിൽ പ്രാർത്ഥിക്കുന്നവരും പ്രസംഗം കേൾക്കുന്നവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് നിങ്ങളുടെ വീടിനകത്തും അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്. എത്ര ദൂരെ ഇരുന്നാണ് പ്രാർത്ഥിക്കുന്നെങ്കിലും ഇന്ന് പകൽ നിന്നോടുള്ള ദൈവിക ദൂതാണ്. പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. ഇന്ന് പകൽ ആമേ ഈ ആലയത്തിൽ മാത്രമല്ല, ചില രാജ്യങ്ങളിൽ, ചില മേഖലകളിൽ
ആമേൻ തടുത്തു വെച്ച, നാളുകൾ കൊണ്ട് പിടിച്ചു വെച്ച, നാളുകൾ കൊണ്ട് തടഞ്ഞു വെച്ച ഓവ ഇളക്കിക്കളയുമ്പോൾ, അതിനെ ബന്ധിച്ച ശക്തി ഇളക്കുമ്പോൾ ഒഴുകി പാഞ്ഞു വരുന്ന വെള്ളച്ചാട്ടം പോലെ, ആമേൻ മട പൊട്ടുമ്പോൾ ഒഴുകുന്ന വെള്ളച്ചാട്ടം പോലെ, ഡാം പൊട്ടുമ്പോൾ ഒഴുകുന്ന വെള്ളച്ചാട്ടം പോലെ ഇന്ന് പക 2024 ഒരു നിറവ് ദൈവസഭയ്ക്കകത്ത് ദൈവം ചെയ്യാൻ പോകുകയാ. ദൈവം ചെയ്യാൻ പോകുകയാ. റിസീവ് ദ ലോർഡ്. യേശുവിന്റെ നാമത്തിൽ സ്വീകരിക്കുക. യേശുവിന്റെ നാമത്തിൽ സ്വീകരിക്കുക. ഈ വർഷം ചില നന്മകൾ തരാൻ പോകുകയോ, ഈ വർഷം ചില ഉറവകൾ പൊട്ടാൻ പോകുകയോ, ഈ വർഷം ചില വിടുതൽ വ്യാപരിക്കാൻ പോകുകയോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ആത്മാവ് ഞാൻ പറയാം, കാലം കഴിഞ്ഞത് കൊണ്ട് നിരാശപ്പെടരുത്. സമയം ദീർഘമായതുകൊണ്ട് എന്ത് ചെയ്യരുത്? നിരാശപ്പെടരുത്. ഇത്രയും നാളായല്ലോ, അതാണ് എൻ്റെ വിഷയം. ഇത്രയും നാളായല്ലോ, നിരാശപ്പെടേണ്ട. ഹല്ലേലൂയ, നിരാശപ്പെടേണ്ട. ഇത്രയും നാളായല്ലോ, നിരാശപ്പെടേണ്ട. ഇത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഞാനും ദൈവത്തോട് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും നാളായല്ലോ. ആമേൻ. അന്ന് കർത്താവിനോട് പറഞ്ഞൊരു പദമാണ്, എടാ മോനെ, തക്ക സമയത്ത് ഞാൻ എൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തും. അത് നീ ഉദ്ദേശിക്കുന്ന സാഹചര്യത്തിലല്ല, നീ ഉദ്ദേശിക്കുന്ന അവസരത്തിലല്ല, നീ ഉദ്ദേശിക്കുന്ന വ്യക്തികളെ കൂടെ അല്ല. എനിക്ക് ചിലതിനെ ഉയർത്താനുണ്ട്. ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, ഒരിക്കൽ ഇസ്രായേൽ മക്കളെല്ലാം കൂടെ വന്നിട്ട് ഈ മോശയോട് പറഞ്ഞൊരു പദമുണ്ട്, ഞങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്ക് തിന്നാൻ എന്തില്ല? ഇറച്ചി ഇല്ല, ഞങ്ങൾക്ക് ഇറച്ചി തരണം. പുറുപുറുത്തു. മോശ ദൈവസന്നിധി പോയി കരഞ്ഞു. കരഞ്ഞപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, മോനെ ഞാൻ അങ്ങോട്ട് വരുവാ, ഞാൻ അങ്ങോട്ട് വരുവാ, നീ ഇവിടെ വെയിറ്റ് ചെയ്യേ. അങ്ങനെ യഹോവയായ ദൈവം പാളയത്തിൽ വന്ന് നോക്കിയപ്പോൾ സത്യമായി, ഇവന്മാർ പറഞ്ഞതൊക്കെ സത്യമാണ്. എന്താ? ഒരു ഇറച്ചി കഷ്ണം പോലും അവരുടെ പാളയത്തിൽ ഇല്ല. തൊഴുത്തിനകത്ത് നിൽക്കുന്ന ആടുകളെല്ലാം കൂടെ പിടിച്ച് കണ്ടിക്കട്ടെ, തിന്ന് തൃപ്തരാകട്ടെ എന്ന് ദൈവം പറഞ്ഞില്ല. അഹരോനോ മോശയ്ക്കോ അല്ലെങ്കിൽ മറ്റു ഗോത്രപിതാക്കന്മാർക്കോ അറിയാത്ത ഒരു വാതിൽ ദൈവം തക്ക സമയത്ത് ഉണ്ടാക്കി. എപ്പോഴാണ് ഉണ്ടാക്കിയേ? തക്ക സമയത്ത്. ഒന്ന് പറഞ്ഞേ, തക്ക സമയത്ത്. എന്താ ചെയ്തേ? അവരാരും അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ലിവ്യാതാന്റെ തല. അവരാരും അതുവരെ, ഇസ്രായേൽ മക്കൾ ലക്ഷക്കണക്കിന് പാളയത്തിലുണ്ട്, അവരാരും ഈ ലിവ്യാതാനെ കണ്ടിട്ടില്ല. ഇങ്ങനൊരു ആശയം പോലും അവരുടെ ബ്രെയിനകത്ത് വന്നിട്ടില്ല. നമുക്ക് ഇറച്ചി തിന്ന ഒരു ലിവ്യാതാന്റെ തല കിട്ടിയായിരുന്ന കൊള്ളായിരുന്ന പാളയത്തിൽ ഒരു മൂപ്പനും ചെറുപ്പക്കാരനും പറഞ്ഞിട്ടില്ല. ആർക്കും പിടികിട്ടാതെ ഇരുന്ന സാഹചര്യത്തിൽ, ഹല്ലേലൂയ, ആർക്കും പിടികിട്ടാതിരുന്ന സാഹചര്യത്തിൽ, പ്രൈസ് ദി ലോർഡ്, ഇന്ന് പകൽ ആത്മാവിനെ ദൂത് കൈമാറാം. ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ ശ്രദ്ധിച്ച് കേൾക്കുക. ദൈവത്തിൻ്റെ ആത്മ പറയുന്നു, ദൈവം ആർക്കും അറിയാത്ത പാമ്പാവുകൾ ദൈവം തുറന്നു. ഒരാമേൻ പറഞ്ഞ്, സൂമിരിക്കുന്ന ഒരു ആമേൻ പറഞ്ഞ്. ഇസ്രായേൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു വാതിൽ ദൈവം തുറക്കുമെന്ന്, ഇങ്ങനൊരു വഴി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. അതാ എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി. ഒരാലേലുയ പറഞ്ഞ്, ഹല്ലേലൂയ. ആമേ. ക്യാമറ കട്ടായി, കുഴപ്പമില്ല. ദൈവം നമുക്ക് നല്ല ക്യാമറ തരുന്നതിനായി സ്തോത്രം പറഞ്ഞ്, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ആർക്കും അറിയാത്ത വഴി കൂടെ ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കുന്നതിനായി സ്തോത്രം പറഞ്ഞ്, ഹല്ലേലൂയ. അപ്പോൾ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം, ആർക്കും അറിയാത്ത വഴിയാ കടലിന്റെ അകത്ത് കിടക്കുന്നേ. യഹോവയായ ദൈവം കടലിന്റെ അടിയിൽ കിടന്ന് ലിവ്യാതാന്റെ തലയെ അങ്ങോട്ട് പൊക്കിയിട്ട് വെട്ടി, ആ തലയ്ക്കകത്തു നിന്നും ആമേൻ മാംസങ്ങൾ ചിറക് വെച്ച് നോക്കുക. ആമേൻ. അത് പറന്ന് ഇസ്രായേൽ മക്കളുടെ കൂടാരത്തിൻ്റെ മുമ്പിൽ പറന്നു നിന്നു. കുഞ്ഞുകുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ
അതിനെ പറക്കി പിടിച്ചെടുക്കത്തക്ക നിലയിൽ അവിടെ എന്താ സംഭവിച്ചത്? ആമേൻ. ഇവിടെ ഇങ്ങനെ പക്ഷികളെ പറപ്പിച്ച്, കാടപ്പക്ഷികളെ പറപ്പിച്ച് തക്ക സമയം കൊടുത്തു. തക്ക സമയം ദൈവം എന്ത് ചെയ്യും? വെളിപ്പെടുത്തും. ഇന്ന് പകലത്തിൽ വിശ്വസിക്കുന്നു. തക്ക സമയം എന്ന് പറഞ്ഞ് തക്ക സമയം. ആ തക്ക സമയം ദൈവത്തിൻ്റെ കയ്യിലാണ്. ആ സമയം ദൈവം അത് നമുക്ക് തരും. തക്ക സമയം എന്ന് പറയുന്നത് നമ്മുടെ സമയമല്ല, ആ ദൈവത്തിൻ്റെ സമയമാ. എല്ലാ കണ്ണുമടയ്ക്ക്, എല്ലാ കണ്ണുമടയ്ക്ക്. തക്ക സമയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സമയമാ. ഓ രാജാ രാജാന, അത് നമുക്ക് തരാൻ പോകുകയാ. നിരാശപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. ഇന്ന് പകലാത്മാവ് ചിലരെ തട്ടി വിളിച്ചു പറയുന്നു, എൻ്റെ പ്രിയ സഹോദര സഹോദരി കുഞ്ഞെ, ദൈവാത്മാവ് നിന്നോട് പറയുന്നു, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചിലത് നിന്റെ വീട്ടിൽ സംഭവിക്കാൻ പോവാ. ഇതുവരെ കണ്ടിട്ടില്ലാത്തത് നിന്റെ കുടുംബത്തിൽ സംഭവിക്കാൻ പോവാ. ഇതുവരെ കണ്ടിട്ടില്ലാത്തത് നിന്റെ തലമുറയിൽ സംഭവിക്കാൻ പോവാ. തക്ക സമയത്ത് ദൈവം നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുക. വായിച്ച കുറിവാക്യം ഒന്ന് വായിച്ചു നിർത്താം. അവിടെ എഴുതിയിരിക്കുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊടുക്കുക. ചിന്താകുലം ഇട്ടുകൊടുക്കുക. ബാക്കി നമുക്ക് വൈകിട്ട് ചിന്തിക്കാം, കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. ചിന്താകുലങ്ങൾ മുഴുവനും ദൈവത്തിൻ്റെ കയ്യിലിട്ട് കൊടുക്കുക. ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. കർത്താവിനോട് പ്രാർത്ഥിക്കുക. ആത്മാവി പ്രാർത്ഥിക്കുക. കെട്ടുകൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, പിശാചിൻ്റെ കെട്ടുകൾ അഴിയട്ടെ, ദൈവിക പദ്ധതി വെളിപ്പെടട്ടെ, ദുഷ്ടശക്തികൾ അഴിയട്ടെ. ദൈവം നമുക്ക് വേണ്ടി, മിനിസ്ട്രിക്ക് വേണ്ടി തക്ക സമയം ചിലത് വെളിപ്പെടുത്തട്ടെ. ഇന്ന് പകൽ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നത് പോലെ അല്ല, നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് പോലെ അല്ല. ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. നമ്മൾ ചിന്തിക്കും ഇന്ന ആളുകൾ അല്ല. ആ ആളുകൾ മാറുമ്പോൾ ദൈവം വേറെ ചിലത് ദൈവം നിനക്ക് വേണ്ടി കരുതൂ. തക്ക സമയം നിന്റെ കുടുംബത്തിൽ, നിന്റെ വീട്ടിൽ അത് അനുഗ്രഹമായി സംഭവിക്കും.